എല്ലാവരും പറയുന്നു സിംഹമാ രാജാവെന്ന. കുറിഞ്ഞി അതങ്ങനെ സമ്മതിച്ചു തരാൻ തയ്യാറല്ല. സിംഹത്തിന് പറ്റാത്ത എന്തെല്ലാം പണികൾക്ക് കുറിഞ്ഞിയെക്കൊണ്ട് പറ്റുമെന്നറിയാവോ? സിംഹത്തിന് ധൈര്യമുണ്ടോ? എനിക്ക് കുറിഞ്ഞിക്ക് അതിനൊക്കെ ധൈര്യമുണ്ട്. സിംഹത്തിന് പറ്റുമോ ഇതുപോലെ ഇരിക്കാൻ? പറ്റുമോ ഉപ്പനും പറയും രാജാവ് സിംഹമാണ്. ഇതുപോലെ വന്നിരിക്കാൻ പറ്റുമോ സിംഹത്തിന്? സിംഹത്തിന് ഇതുപോലെ ഇരുന്ന് മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ സിംഹം ഓടിപ്പോകും, അല്ലെങ്കിൽ സിംഹം ആക്രമിക്കാൻ ചെല്ലും. കുറിഞ്ഞിക്ക് അങ്ങനെയൊന്നുമില്ല. കുറിഞ്ഞിയോ രാജാവ്? കുറിഞ്ഞാണോട്ടി രാജാവ്? മൃഗങ്ങളുടെ രാജാവ് ആരാന്നാ? മൃഗലോകത്തിൻ്റെ കുറിഞ്ഞല്ലേ ഡി? കുറിഞ്ഞല്ലേ രാജാവ്? അല്ലേ ഡി? സിംഹമാണോ രാജാവ്? അല്ലേ? സിംഹം അല്ല രാജാവ്, കുറിഞ്ഞിയ രാജാവ്. സിംഹത്തിന് ധൈര്യമുണ്ടോ കുറിഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യൻ്റെ മുന്നേ വന്ന് ഇങ്ങനെ ഇരിക്കാൻ? ഇങ്ങനെ ഇരുന്ന് മേലെയൊക്കെ ചൊറിയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ സിംഹത്തിന്? സിംഹത്തിനെ പിന്നെ എന്തിനാണ് രാജാവാക്കുന്നത്? മനുഷ്യരുടെ ഇടയ്ക്കൊക്കെ കുറിഞ്ഞിക്കാണെങ്കിൽ മടിയിൽ കയറിയിരിക്കാം. ഒരു സിംഹത്തിനെങ്കിലും ധൈര്യമുണ്ടോ മനുഷ്യൻ്റെ മടിയിൽ കയറിയിരിക്കാൻ? ഉണ്ടോ? ഇല്ല. എന്നിട്ട് സിംഹത്തിനെ നിങ്ങൾ രാജാവാക്കും. കുറിഞ്ഞിക്കൊരു വിലയേയില്ല. ആ പടിയൊക്കെ മനസ്സിലിരിക്കട്ടെ. വേല കുറിഞ്ഞിയുടെ അടുത്തൊന്നും വേണ്ട കേട്ടോ. കുറിഞ്ഞിയാ രാജാവ്. കുറിഞ്ഞിയാന്ന രാജാവ്. രാജാവ് കുറിഞ്ഞുണ്ടോ? കുറിഞ്ഞിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ആൾക്കാരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സിംഹത്തിന് ഇത് പറ്റുമോ?